എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പഴയതുപോലെ ഒരു ഐശ്വര്യമില്ലാത്തത്, സമാധാനമില്ലാത്തത്? വീടിനകത്ത് കയറാൻ പോലും തോന്നുന്നില്ല. ഖുർആൻ പറയുന്നത് വീടെന്നാൽ സമാധാനം തരുന്ന ഇടമാണെന്നാണ്. പക്ഷേ ഇന്ന് വീടിനകത്ത് സമാധാനമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒരേ പുതപ്പിനടിയിൽ കഴിയുന്നവരാണെങ്കിലും അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ കീരിയും പാമ്പും പോലെയാണ്. ഒരേ ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കൾ തമ്മിൽ തല്ലുകയാണ്. കച്ചവടത്തിൽ ബർക്കത്തില്ല, ഭക്ഷണത്തിൽ ബർക്കത്തില്ല, സമ്പത്തിൽ ബർക്കത്തില്ല. ഇതിനൊക്കെ കാരണം വാതിൽ വെച്ചത് മാറിയതോ ബാത്റൂം വന്ന സ്ഥലം മാറിയതോ ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ ഖുർആനെ വിസ്മരിച്ചാൽ അവർക്ക് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക എന്നാണ്. അള്ളാഹുവിൻ്റെ കലാം കേട്ടിട്ട് നീ അതിനെ പരിഗണിക്കാതെ ഇരുന്നാൽ നിന്നെ സുഖിക്കാൻ അവൻ അനുവദിക്കില്ല. നിന്റെ സമ്പത്ത് അള്ളാഹു നഷ്ടപ്പെടുത്തും, നിന്നെ അവൻ ഞെരിക്കും. ഈ ഭൂമിയിൽ 5 സ്ഥലങ്ങളിലിരുന്ന് 5 കാര്യങ്ങൾ കരയുന്നുണ്ട്. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പള്ളി കരയും. പള്ളി മനോഹരമാക്കേണ്ടത് പുറത്തുനിന്നുള്ള ഭംഗി കൊണ്ടല്ല, ഇബാദത്തുകൾ, ആരാധനകൾ കൊണ്ടാണ്. പള്ളി കരഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ടാവില്ല. ഖുർആൻ കരയുകയാണ്. നമ്മുടെ വീടുകളിൽ അലമാരിയുടെ മുകളിൽ പൊടി പിടിച്ചും ചിലന്തിവല കെട്ടിയും ഖുർആൻ ഇരിക്കുകയാണ്. വീട്ടുകാർ അത് തുറന്നു നോക്കാതെയും ഓതാതെയും ഇരുന്നാൽ ഖുർആൻ കരയും. ഒരാളുടെ കണ്ണുനീർ വീണാൽ രക്ഷപ്പെടുമോ? സാധാരണ ഒരാളുടെ കണ്ണുനീർ വീണാൽ പോലും അതിൻ്റെ പവർ വലുതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനും അള്ളാഹുവിൻ്റെ വീടായ പള്ളിയും കരഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? കണ്ണുനീർ വീണാൽ രക്ഷപ്പെടുമോ? പറയടോ, രക്ഷപ്പെടുമോ? ഒരു സാധാരണ ഒരാളുടെ കണ്ണു നിറയിച്ചാൽ ആളിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പവർ കൂടും. ഇന്നലെയും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ, ഉമ്മയുടെ ദുആ കാരണം കണ്ണുനീർ കുടിക്കുന്ന ഒരു സഹോദരനുണ്ടെന്ന്. ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, പ്രായമുള്ളവർ, ആലിമീങ്ങൾ, സയ്യിദന്മാർ, തങ്ങന്മാർ, ഇങ്ങനെ പദവിക്കനുസരിച്ച് പവർ കൂടും. അപ്പോൾ ഒരാളുടെ കണ്ണുനീർ എൻ്റെ വീടിനകത്ത് വീഴുന്നുണ്ട്. 5 സ്ഥലങ്ങളിലിരുന്ന് 5 കാര്യങ്ങൾ കരയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. 3ാമത്തെ കാര്യം പറയാം. നിനക്ക് പ്രായമായ മാതാപിതാക്കളെ കിട്ടിയിട്ടും നീ അവരെ വേണ്ടതുപോലെ നോക്കാതെ അവർ വേദനിച്ചാൽ അവരുടെ കണ്ണുനീർ നിന്റെ ജീവിതം തകർക്കും. അള്ളാഹുവിൻ്റെ കൽപ്പനകളെക്കാൾ നിന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയാൽ നിന്റെ ദുനിയാവ് ഇടുക്കമാക്കും എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീടിനകത്തെ പ്രശ്നത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തന്നു. സമാധാനമില്ല, സന്തോഷമില്ല, സർവ്വ ഐശ്വര്യവും പോയി. റഹ്മത്തിൻ്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ശൈത്താനും അവൻ്റെ മക്കളും നിന്റെ വീടിനകത്ത് കയറി താമസിക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ എത്ര കഷ്ടപ്പെടുന്നു, എത്ര പണം പിരിച്ചെടുക്കുന്നു. പക്ഷേ അന്നത്തെ ഉമ്മമാർക്ക് ദാരിദ്ര്യത്തെ പേടിയുണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടുമുമ്പ് ഉമ്മ ഉളുവെടുത്ത് എല്ലാവരെയും വിളിച്ചിരുത്തും. എന്നിട്ട് ആ വീട്ടിൽ മുഴങ്ങിക്കേൾക്കുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം എന്ന വചനങ്ങളായിരുന്നു. നമസ്കാരം കഴിഞ്ഞാൽ ആ വീടുകളിൽ ഖുർആൻ പാരായണം നടക്കും. ഏത് വീട്ടിലാണോ സൂറത്തുൽ വാഖിയ ഓതുന്നത് അവിടെ അള്ളാഹു ദാരിദ്ര്യം നൽകില്ലെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക് ഓതുന്നവൻ്റെ ഖബറിനുള്ളിൽ ഈ കാണുന്ന വെളിച്ചത്തേക്കാൾ വലിയ വെളിച്ചമുണ്ടാകും. സൂറത്തു റഹ്മാൻ ഓതുന്നിടത്ത് മലക്കുകൾ ഇറങ്ങിവരും. പക്ഷേ ഇന്ന് നമ്മുടെ വീടുകളിൽ ശൈത്വാനിൻ്റെ സാന്നിധ്യമാണ്. ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ നമ്മൾ തപ്പിത്തടയും. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട ഹതഭാഗ്യരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹുവേ. ഖുർആനിനെ നെഞ്ചിലേറ്റുന്നവരായി ജീവിക്കാനും ആ വെളിച്ചത്തിൽ മരിക്കാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.